ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പൊ നമ്മുടെ 10th പ്രിലിംസ് എക്സാമിന് ഇനി വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നിങ്ങളുടെ പഠനമൊക്കെ എവിടെ വരെ എത്തി? നല്ലോണം മുൻപോട്ട് പോകുന്നില്ലേ? അപ്പൊ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാനായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മാറ്റിവെക്കാം. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബരോഡ് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് കേട്ടോ. ഇപ്പൊ ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, 1857 വിപ്ലവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ഓരോ സ്ഥലങ്ങളിലും നേതൃത്വം കൊടുത്ത വ്യക്തികളായിരുന്നാണ് കേട്ടോ. അപ്പൊ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബരൌഡ് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ആരായിരുന്നു? നമുക്കറിയാം, ഓപ്ഷൻ എ ഷാമൽ ആണ് അല്ലെ, ഷാമൽ. ബാക്കിയൊക്കെ ആരാ? ബിർജിസ് ഖാദർ എവിടാണ് നേതൃത്വം കൊടുത്തത്? ഔദിലാണ് കേട്ടോ. ഔദിൽ നേതൃത്വം കൊടുത്ത ആളാണ് ബിർജിസ് ഖാദർ. നാനാ സാഹിബ് കാൺപൂരിൽ നേതൃത്വം കൊടുത്ത ആളാണ് നാനാ സാഹിബ്. ബഹദൂർ ഷാ രണ്ടാമൻ നമുക്കറിയാം ഡൽഹിയിലാണ് അല്ലെ, ഡൽഹിയിൽ. ഓക്കെ, അപ്പൊ ഡൽഹിയിൽ നേതൃത്വം നൽകിയതാണ്. അപ്പൊ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ച അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിൻതീയതി വെച്ച് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പിൻതീയതി വെച്ച് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ഓപ്ഷൻ സി ക്രിപ്സ് മിഷൻ ആട്ടോ. ക്രിപ്സ് മിഷനെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥാണ് കേട്ടോ. സംക്ഷേപ വേദാർത്ഥം 1772 ഇത് പുറത്തിറങ്ങുന്നത്. അപ്പൊ ഇറ്റലിയിലെ റോമിൽ വെച്ചാണ് ഈ ഒരു പുസ്തകം അച്ചടിച്ചിട്ടുള്ളത്. ആരാണിത് തയ്യാറാക്കിയിട്ടുള്ളത്? ക്ലമന്റ് പിയാനിയസ് പാതിരിയാണ് കേട്ടോ. ക്ലമന്റ് പിയാനിയസ് പാതിരിയാണ് ഈ ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണെന്നാണ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു? നമുക്കറിയാം, ഓപ്ഷൻ ഡി ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം എന്നാ നടക്കുന്നത്? 1922 ചൗരി ചൗര സംഭവം നടക്കുന്നത്. ഫെബ്രുവരി 5 ഓക്കെ. നെക്സ്റ്റ്, 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സി ശങ്കരൻ നായരാണ് കേട്ടോ. സി ശങ്കരൻ നായർ. നെക്സ്റ്റ്, 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരെന്നാണ് കേട്ടോ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി ഉസ്മാൻ ഡംബലെ ആണ്. ഉസ്മാൻ ഡംബലെ പഠിക്കണേ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്ന് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് കേട്ടോ ശരിയായിട്ടുള്ളത്. ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഈ 2 പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന എന്താ? ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. കാറ്റുകൾ എപ്പോഴും വീശുന്നത് എങ്ങോട്ടാണ്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. ഓക്കെ, മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കാണ് വായു സഞ്ചരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാം എന്നാണ്. ഇവിടെ കൊടുത്ത നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാമാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം ആണ് ശരിയായിട്ട് കൊടുത്തത്. അത് ചമ്പൽ, ബനാസ് എന്നതും അതുപോലെ എന്താണ് കാവേരി, കബനി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ 2ഉം 3ഉം ആണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് കൊയ്ന നദി. അതുപോലെ ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി നദി. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? നദികളും അവയുടെ പോഷക നദികളും പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എന്താണ് പറയുന്നതെന്നാണ് കേട്ടോ. ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണത്തിന് തിര ആവൃത്തി എന്നാ പറയുന്നത് കേട്ടോ. തിര ആവൃത്തി എന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണമാണ് തിര ആവൃത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇതില് 1, 2, 3 ശരിയാണെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒന്നാമത്തെ പ്രസ്താവന എന്താ? ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് കുറഞ്ഞു വരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രസ്താവനയിൽ ചെറിയൊരു കുഴപ്പമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് കുറഞ്ഞു വരുന്നു എന്നുള്ളതിന് ഇവിടെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് എന്നാണ് പറയേണ്ടത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി എന്നുള്ളത് ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ് എന്നുള്ളതും ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ 3 പ്രസ്താവനകൾ പഠിക്കണം. ഇവിടെ കുറഞ്ഞു വരുന്നു വേണ്ട. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഓപ്ഷൻ സി 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. വയനാട് ജില്ലയിൽ 3 താലൂക്കുകൾ ഉണ്ട് എന്നുള്ളത് ശരിയാട്ടോ. 3 താലൂക്കുകളാണ് വയനാട് ജില്ലയിലുള്ളത്. 3 താലൂക്കുകളാണ്. 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. എത്രയാണ്? 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. ഓക്കെ, ഇത് പഠിക്കണേ, ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. എന്നാണ് വയനാട് ജില്ല രൂപീകൃതമായിട്ടുള്ളത്? 1980 നവംബർ 1 കേട്ടോ. 1981 അല്ല, 80 നവംബർ 1 വയനാട് ജില്ല രൂപീകൃതമാവുന്നത്. ഓക്കെ, നെക്സ്റ്റ്, 2050ഓടെ കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏതാണ് ഇതിൽ നിന്നാണ് കേട്ടോ. 2050ഓടെ കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലമാണ്. ഏതാണ്? ചിറ്റൂരാണ് കേട്ടോ. ചിറ്റൂർ നിയോജക മണ്ഡലത്തെയാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊതുമേഖലയും സ്വകാര്യ മേഖലയും ആട്ടോ. പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും ഒരു കൂടിച്ചേരലാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ ഇതിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി എല്ലാം എന്നാണ് പറയുന്നത് കേട്ടോ. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം. ഇത് എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ, 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താണ് ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകള്, ജലസേചനം, രാസവള പ്രയോഗം. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ റഷ്യയിൽ നിന്നാണ് കേട്ടോ. റഷ്യയിൽ നിന്നും. നെക്സ്റ്റ്, ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖലയിലാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ സാമ്പത്തിക വികസനത്തിന്റെ അളവുകോലാണ് കേട്ടോ. സാമ്പത്തിക വികസനത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് എന്താ? പ്രതിശീർഷ വരുമാനമാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യാത്ത നികുതി ഏത്? കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യാത്ത നികുതി ഏതാണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. തൊഴിൽ നികുതിയാണ് കേട്ടോ. ബാക്കി വരുമാന നികുതി, കസ്റ്റംസ് തീരുവ, എക്സൈസ് ഡ്യൂട്ടി, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന നികുതികളാണ്. ഇത് തൊഴിൽ നികുതിയാണ് കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യാത്തത് കേട്ടോ. ഇത് സംസ്ഥാന ഗവൺമെന്റുകളോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ആണ് ഈ ഒരു തൊഴിൽ നികുതി പിരിക്കുന്നത്. ഓക്കെ, ചുമത്തുന്നതും പിരിച്ചെടുക്കുന്നതും ഒക്കെ ആരാണ്? സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ, ചോദനം അതിന്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ സി ആണ്. ജെഎം കെയ്ൻസ് ആണ് കേട്ടോ. ജെഎം കെയ്ൻസ് ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, കാലക്രമത്തിൽ എഴുതുക എന്നാണ്. ഇവിടെ എഴുതുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രപതിമാരാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കാലക്രമത്തിൽ എഴുതാനാണ്. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള ക്രമീകരണം ഏതാണ് ഇതില്? ശരിയായിട്ടുള്ള ക്രമീകരണം ഓപ്ഷൻ ബി ആണ്. BCAD എന്നാണ് കേട്ടോ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അത് കഴിഞ്ഞതാണ് രാജേന്ദ്ര പ്രസാദ്, സാക്കിർ ഹുസൈൻ, VV ഗിരി. ഈ ഒരു ഓർഡറാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. അംഗത്തിന്റെ ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓർഡർ? ഓപ്ഷൻ ഡി ആണ്. 1 ബി, 2 സി, 3 എ, 4 ഡി എന്നുള്ളതാണ് ട്ടോ. അംഗത്തിന്റെ കാലാവധി 6 വർഷം. ഏതംഗത്തിന്റെ കാലാവധിയാണ് 6 വർഷം? രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷമുള്ളത് കേട്ടോ. ഓക്കെ. ഇനി ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ ഏതാണ്? ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ ഏതാണ്? ലോകസഭയിലാണ് ആദ്യം ധനകാര്യ ബില്ല് അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ്, രാജ്യസഭ. രാജ്യസഭ എന്താണ് അറിയപ്പെടുന്നത്? രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അതുപോലെ എന്താണ് ലോകസഭ? എന്താണ്? ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത്. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോകസഭ. അപ്പൊ ധനകാര്യ ബിൽ അംഗത്തിന്റെ കാലാവധി 6 വർഷമുള്ളത് രാജ്യസഭ ഉണ്ട്. രാജ്യസഭയിലെ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. അതുപോലെ ധനകാര്യ ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു. ലോകസഭയെ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഏതാണ് ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ എ വകുപ്പ് 58-ലാണ്. എന്ത്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ യോഗ്യതയെ കുറിച്ച് പറയുന്നുണ്ട്. വകുപ്പ് 58-ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏതെന്നാണ് ട്ടോ. ഓക്കെ. ഓപ്ഷൻ സി ആണ്. 3 മാത്രം എന്നാണ്. ഒന്നാമത്തത്, ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത്, ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. നാലാമത്തത്, ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പ് നൽകുക എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്താണ് മൂന്നാമത്തെ പ്രസ്താവനയിലുള്ള തെറ്റ്? ഇന്ത്യയിലെ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങളല്ല. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് കൊളീജിയം ശുപാർശ പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതിയാണ് കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ്, 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരെന്നാണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആര്? ഇവരാരുമല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള ആരുമല്ല. നമുക്കറിയാം എന്താണ് ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കാനാണ് ട്ടോ. ഓക്കെ. ഭരണഘടനാ ഭേദഗതികളാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 91-ാം ഭരണഘടനാ ഭേദഗതി. 91-ാം ഭരണഘടനാ ഭേദഗതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മന്ത്രിമാരുടെ എണ്ണം ലോകസഭകളുടെ 15% കവിയാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. നെക്സ്റ്റ്, 74-ാം ഭരണഘടനാ ഭേദഗതി. 74-ാം ഭരണഘടനാ ഭേദഗതി നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാ വൽക്കരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, 86-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയിട്ടുള്ളത്. 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കി. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അജിത് ഡോവൽ ആണ്. അജിത് ഡോവൽ ആണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ആരാണ്? അജിത് ഡോവൽ. ഉപദേഷ്ടാവ് ഡോവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്നാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ്. ഓക്കെ. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ മാത്രം എന്നാണ്. ഭരണഘടനയുടെ 243 വകുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതാണ്? 243 ഓക്കെ. ഇനി മൂന്നാമത്തത്, ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുമ്പായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് കൊടുത്തത്? സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്?
എന്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന തെറ്റാകുന്നത്? സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. ഓക്കെ, സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ സംസ്ഥാന കമ്മീഷന് എവിടെയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഈ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. നെക്സ്റ്റ്, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് കേട്ടോ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 1, 2 എന്നിവ മാത്രം ശരിയാണെന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താ തന്നിട്ടുള്ളത്? കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണിത് രൂപീകൃതമായത്. ഓക്കെ, മൂന്നാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. എന്താണ് മിസ്റ്റേക്ക് ഉള്ളത് ഇവിടെ? കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല. നമുക്കറിയാം കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് കേട്ടോ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിന്റെ വൈസ് ചെയർമാൻ ആണ്. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ ആണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. നെക്സ്റ്റ്, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ ആണ് എന്നുള്ളത് ശരിയാണ് കേട്ടോ. സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. മൂന്നാമത്തത്, കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. എത്രയാണ്? 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. നെക്സ്റ്റ്, കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി, 1, 2 എന്നിവ മാത്രം തെറ്റാണെന്നാണ്. മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഏതാണ് മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ പറയുന്നത്? പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. എന്താണ് ഒന്നാമത്തെ പ്രസ്താവനയിലെ തെറ്റ്? 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായതെന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. 2017 2017 വെറ്റ്ലാൻഡ്, അതായത് വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരമാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവനയിൽ എന്താണ് തെറ്റുള്ളത്? കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതും തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാകുന്നത്? അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയും അതുപോലെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ. ചീഫ് സെക്രട്ടറി ആണ് വൈസ് ചെയർമാന്, ചെയർമാനും മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അപ്പൊ സംസ്ഥാന പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആരാണ്? ഇതിൽ ഒരു അംഗമാണ് കേട്ടോ. നെക്സ്റ്റ്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. PSC ആയിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഓക്കെ, ഓപ്ഷൻ എ ആണ്. 2, 3 എന്നിവ മാത്രം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും തെറ്റായ പ്രസ്താവന ആണ് ചോദിച്ചത്. 2, 3 എന്നാ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത് എന്നുള്ളത് ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന്റെ കാലാവധിയായ 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെ പദവിയിൽ തുടരാവുന്നതാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് കേട്ടോ. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെയാണ് ഇവർക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് പദവിയിൽ തുടരാവുന്നത്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെ. ഓക്കെ, അപ്പൊ UPSC അംഗങ്ങൾ, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾക്കാണ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. മൂന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുമ്പായി പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ ഗവർണറുടെ ഉത്തരവിലൂടെ സാധിക്കുമെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട് എന്നുള്ളത് തെറ്റാണ് കേട്ടോ.
ഓക്കെ. സംസ്ഥാന PSC അംഗങ്ങളെ നിയമിക്കുവാനുള്ള അധികാരം ആർക്കുള്ളത്? ഗവർണർക്കാണെങ്കിലും അവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല കേട്ടോ. ഭരണഘടനയുടെ അനുച്ഛേദം 317 ഇത് പറയുന്നത്. 317 പറയുന്നത്. ഈ ഒരു അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമേ ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഓക്കെ. ആരാണ് നിയമിക്കുന്നത്? ആരാണ്? ഗവർണറാണ്. നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമേ ഉള്ളൂ. ഏതാണ്? വകുപ്പ് 317 ഇത് പറയുന്നത് കേട്ടോ. പഠിക്കണേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1, 3 എന്നിവ ശരിയാണെന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? വയോജന ക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട്. അത് ശരിയാണ്. പിന്നെ മൂന്നാമത്തത് എന്താ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യ നീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. അതും ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. എന്താണ് ശരിയായിട്ടുള്ളത്? വയോമിത്രമല്ല അല്ലെ. നമുക്കറിയാം എന്താണ് വയോ മധുരം പദ്ധതിയാണ് കേട്ടോ. വയോ മധുരം പദ്ധതിയിലൂടെയാണ് പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്നത്. വയോ മധുരം പദ്ധതിയിലൂടെയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. ഓക്കെ. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. ഒന്നാമത്തേത് എന്താണ്? കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൻ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. പഠിക്കണം കേട്ടോ, ദീപ്തി. ഓക്കെ. രണ്ടാമത്തതും മൂന്നാമത്തതും തെറ്റാണ്. രണ്ടാമത്തതിൽ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്കായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് നവജീവൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. എന്താണ് ആർക്കാണ് ആ ഒരു പദ്ധതിയെ ജീവന കാരുണ്യം എന്നാണ് പറയുന്നത്. ജീവന കാരുണ്യം എന്ന പേരിലാണ് ആ ഒരു പദ്ധതി ഉള്ളത്. എന്നാൽ നവജീവൻ എന്നത് എന്താണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി 50 മുതൽ 65 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഒരു ലോൺ പദ്ധതിയാണ് നവജീവൻ. ഓക്കെ. അപ്പൊ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്കായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? ജീവനക്കാരുണ്യം. ജീവനക്കാരുണ്യം എന്നാണ്. ഓക്കെ. മൂന്നാമത്തോ, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ഉറപ്പാക്കുക എന്നതാണ്. ഈ ഒരു പ്രസ്താവന തെറ്റാണ്. എന്താ ഇവിടെ തെറ്റുള്ളത്? പരിരക്ഷാ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അതായത് കടുത്ത പ്രതിസന്ധിയിലോ പീഡനങ്ങളിലോ അകപ്പെടുന്ന അശരണരായ കുട്ടികള്, സ്ത്രീകൾ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സാമ്പത്തിക സഹായവും സംരക്ഷണവും നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം കേട്ടോ. 50 വയസ്സിന് മുകളിലുള്ള വിധവകൾക്ക് മാത്രമുള്ളതല്ല ഈ ഒരു പദ്ധതി. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം കേട്ടോ. ഇരവികുളം. നെക്സ്റ്റ്, കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ് കേട്ടോ. ഓക്കെ. റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടെത്തിയത്. ജീവനുള്ള കോശം ആയിരുന്നെങ്കിലോ? ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് കേട്ടോ. ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ. ഇനി പഴയീച്ച എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ്? ഓപ്ഷൻ ബി ഡ്രോസോഫില കേട്ടോ. ഡ്രോസോഫില പഠിക്കണം. ഡ്രോസോഫില. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റേപ്പിസ്. നെക്സ്റ്റ്, ലോക ഡയബറ്റീസ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക ഡയബറ്റീസ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? നവംബർ 14 ശിശുദിനമാണ് ലോക ഡയബറ്റീസ് ദിനം, പ്രമേഹ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ്, നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ഏത്? നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ സി വിറ്റാമിൻ സി ആണ് കേട്ടോ. വൈറ്റമിൻ സി ആണ്.
നെക്സ്റ്റ്, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണെന്നാണ് കേട്ടോ. കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? റെയ്ല ഒഡിങ്ങ കേട്ടോ. നെക്സ്റ്റ്, അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 2026 കേട്ടോ. അപ്പൊ 2026 ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 2026 തന്നെ ആയിരുന്നു. അപ്പൊ ലോകകപ്പിന് മുൻപേ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പാണല്ലോ ഈ ഒരു എക്സാം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൃത്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ് ഏകദേശം 840 കിലോ ജൂൾ ആണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇവിടെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റൂ. ഒരു കലോറി ഈക്വൽ ടു എത്ര? ഒരു കലോറി ഈക്വൽ ടു 4.2 ജൂൾ ആണ് കേട്ടോ. 4.2 ജൂൾ ആണ്. ഒരു കലോറി ഈക്വൽ ടു 4.2 ജൂൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് 840 എന്ന് തന്നിട്ട് 840 ഡിവൈഡഡ് ബൈ 4.2 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ആൻസർ. അതിന്റെ ആൻസർ കിട്ടുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, 200 കിലോ കലോറി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എത്രയായിരിക്കുന്നതാണ് കേട്ടോ. ഫോക്കസ് ദൂരം എത്ര തന്നിട്ടുള്ളത്? എഫ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്. പവർ ആണ് കാണേണ്ടത്. പവർ കാണാനുള്ള ഇക്വേഷൻ പവർ ഈക്വൽ ടു 1/f ആണ്. ഇവിടെ സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ മീറ്ററിലേക്ക് മാറ്റണം. എഫിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റാനും 20, അതായത് കോൺകേവ് ലെൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം മൈനസിലാണ് നമുക്ക് വരും കേട്ടോ. -20 ഡിവൈഡഡ് ബൈ 100 വരും. അപ്പൊ നമുക്ക് 0.2 മീറ്റർ എന്ന് കിട്ടും. -0.2 മീറ്റർ വരും. ഓക്കെ, അപ്പൊ പവർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു 1/f ആണ്. അപ്പൊ ഈക്വൽ ടു 1 - 0.2 വരും. ഓക്കെ, അപ്പൊ 10/2 എന്ന് എഴുതാം. 10/-2 ഈക്വൽ ടു -5 എന്ന് വരും കേട്ടോ. ഇവിടെ -5d ആണ്. ഓക്കെ, അപ്പൊ ഡി എന്നത് എന്താ? പവറിന്റെ യൂണിറ്റ് ആയ ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ. അപ്പൊ -5d എന്നാണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് കേട്ടോ. ഇതിവിടെ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉം ആണ് കേട്ടോ. ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. അതുപോലെ പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇവിടെ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എന്തൊക്കെയാണ് പ്രസ്താവനകൾ? പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. പഠിക്കണേ, 2025 ഏപ്രിൽ 6-നാണ് പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 2025 ഏപ്രിൽ 6. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്റർ ആണ് കേട്ടോ. 2.07 കിലോമീറ്റർ ആണ് നീളം. ഇത് മൂന്നും പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ്, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കേട്ടോ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യ. നെക്സ്റ്റ്, STPയിൽ ഒരു മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം എത്രയാണ്? STPയിൽ ഒരു മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം എത്രയാണ്? STPയിൽ ഒരു മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം ഓപ്ഷൻ സി 22.4 ലിറ്റർ ആട്ടോ. നെക്സ്റ്റ്, കപട സംക്രമണ മൂലകം. ഇതിലെ കപട സംക്രമണ മൂലകം ഏതാണ്? സിങ്ക്. നെക്സ്റ്റ്, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. നെക്സ്റ്റ്, ലോക കാലാവസ്ഥാ ദിനം ഏതാണ്? ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ് കേട്ടോ. ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി ഏതായിരുന്നു? ഓപ്ഷൻ സി 2023 ഓഗസ്റ്റ് 23 കേട്ടോ. 23 ഓഗസ്റ്റ് 2023 പഠിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിന്നത്തമ്പി അണ്ണാവി എന്ന ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടി? ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടി? ഏതാണ്? ഓപ്ഷൻ എ ചവിട്ടു നാടകമായിട്ടാണോ? ചവിട്ടു നാടകം. നെക്സ്റ്റ്,
ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? CK ലക്ഷ്മൺ ആണ് ട്ടോ. നെക്സ്റ്റ്, അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസ ട്ടോ. നെക്സ്റ്റ്, ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് ശബരിമല ക്ഷേത്രം? നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ. നെക്സ്റ്റ്, 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണെന്നാണ്? ഓപ്ഷൻ ബി തന്തപ്പേരാട്ടോ, തന്തപ്പേര്. നെക്സ്റ്റ്, മച്ചാട്ടിളയത് ഏത് സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? മച്ചാട്ടിളയത് ഏത് സാഹിത്യ ശാഖയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? ഓപ്ഷൻ ബി തിരുവാതിരപ്പാട്ട്. നെക്സ്റ്റ്, ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ? കൊടുങ്ങല്ലൂരാട്ടോ, കൊടുങ്ങല്ലൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരെന്നാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ആരാണ്? ആരാണ്? ഓപ്ഷൻ ബി ആണ്, അഖിൽ പി ധർമ്മജൻ ആണ് ട്ടോ. അഖിൽ പി ധർമ്മജൻ ആണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയിട്ടുള്ളത്. നെക്സ്റ്റ്, 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ആര്? 2025 ഇന്ത്യയുടെ 52ാമതാട്ടോ. ഓക്കെ, 52 ആണ്. 52ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ആരാണ്? ആരാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് BR ഗവായി ആണ്. നെക്സ്റ്റ്, 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏത് തരം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടതല്ലാത്തതെന്നാണ് കേട്ടോ. 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏത് തരം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടതല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്നവ. നെക്സ്റ്റ്, പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗികാതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ എത്രയാണ്? 5 വർഷം. നെക്സ്റ്റ്, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം വകുപ്പ് 34 പ്രകാരം 1 കോടി രൂപ വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കേണ്ടത് എവിടെയെന്നാണ് ട്ടോ. ഓക്കെ, 1 കോടി രൂപ വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ സി ജില്ലാ കമ്മീഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വകുപ്പ് 34 പ്രകാരം ജില്ലാ കമ്മീഷൻ ആണ് എന്ത്? 1 കോടി വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുന്നത് ജില്ലാ കമ്മീഷൻ ആയിരുന്നു. എന്നാൽ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ സാമ്പത്തിക പരിധിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. 1 കോടി രൂപ വരെയുള്ള 50 ലക്ഷം രൂപ വരെയുള്ള എന്താണ് മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബന്ധപ്പെട്ട പരാതികളാണ് ജില്ലാ കമ്മീഷൻ സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, 2005 ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക എന്നാണ് കേട്ടോ. ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക? ആർക്കാണ്? ഓപ്ഷൻ ഡി മജിസ്ട്രേറ്റ് ആട്ടോ, മജിസ്ട്രേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടികജാതി പട്ടികവർഗ നിയമം 1980 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമം കുറ്റം ചെയ്യുന്നതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക എന്നാണ് കേട്ടോ. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1980 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക എന്നാണ്. ഓക്കെ, ഇവിടെ ആരാണ്? ഓപ്ഷൻ ഡി പട്ടികജാതി അല്ലെ പട്ടികവർഗ അംഗമല്ലാത്ത ആരെയും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ ഓരോന്നും വളരെ ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ടതാണ്. റിലേറ്റഡ് ആയിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലോണം പഠിക്കട്ടോ. അപ്പൊ ഇനി വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവട്ടെ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.